മലയാളത്തിലെ ഒട്ടുമിക്ക സെലിബ്രിറ്റികളും യൂട്യൂബ് ചാനലുണ്ടാകും. ജനപ്രിയ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ കാണും, അത് പേർലി മാണി എന്ന് തന്നെയായിരിക്കും. യൂട്യൂബ് വ്ളോഗിന് ഇത്രയേറെ സ്വീകാര്യത ലഭിക്കും മുന്ന് സ്വന്തമായി ചാനൽ ആരംഭിച്ച് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് നേടിയ സെലിബ്രിറ്റി കൂടിയാണ് പേർലി മാണി. 46 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഇന്ന് പേർലിക്കുണ്ട്. ഇപ്പോൾ ഇതാ പേർലിയുടെ ഏറ്റവും പുതിയ വീഡിയോയാണ് ശ്രദ്ധ നേടി മാറുന്നത്. മകളുടെ ബേബി സിറ്റായ പെൺകുട്ടിയെ സ്വർണ്ണമാലയും കൈച്ചേനും സർപ്രൈസായി നൽകിക്കൊണ്ടാണ് പേർലി വീഡിയോ കാണിച്ചു തുടങ്ങുന്നത്. എനിക്ക് ഈ മൊമെൻ്റ് എപ്പോഴും സൂക്ഷിക്കണം, അതിനു വേണ്ടിയാണ് വീഡിയോ എടുക്കുന്നത്. മകളുടെ ബേബി സിറ്ററാണ് രഞ്ജു. 2 വർഷമായി അവൾ ഞങ്ങൾക്കൊപ്പമുണ്ട്. നിതാര ജനിച്ച് ഞാൻ വീട്ടിലേക്ക് അന്ന് വന്നതാണ്. രഞ്ജു ഞങ്ങൾക്ക് ഹെൽപ്പറായി ജോയിൻ ചെയ്തത്. അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ കൂടെ നിന്ന കുട്ടിയാണ്. മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, എൻ്റെ കാര്യങ്ങൾ വരെ അവൾ നോക്കും. നല്ലൊരു പാവം കൊച്ചാണ്. അവളിപ്പോൾ ഞങ്ങൾക്ക് ബേബി സിറ്റർ മാത്രമല്ല, കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ്. എനിക്കൊരു അനിയത്തിയെ പോലെ തന്നെയാണ്. ഞങ്ങളെ അത്രത്തോളം മനസ്സിലാക്കിയും അറിഞ്ഞും കണ്ടും ചെയ്യും. അവൾ നാട്ടിൽ പോവുകയാണ്. സഹോദരിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് പോകുന്നത്. അവൾ പോകും മുമ്പ് എന്തെങ്കിലും സമ്മാനമായി നൽകണമെന്ന് എനിക്ക് തോന്നി. ഇടയ്ക്ക് ഞങ്ങൾ വസ്ത്രങ്ങൾ പോലുള്ള എല്ലാം സമ്മാനം കൊടുക്കാറുണ്ടായിരുന്നു. നല്ലൊരു ഗിഫ്റ്റ് ഇതുവരെ വാങ്ങിക്കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. അതുകൊണ്ടാണ് ഇന്ന് അവൾക്ക് ഞാനൊരു മാലയും കൈച്ചേനും വാങ്ങിയത്. അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് പേർലി പറഞ്ഞു നിർത്തി. നിതാരയ്ക്ക് കമ്മലിട്ട് കൊടുക്കാൻ സഹായിക്കുന്നുവെന്ന് പറഞ്ഞാണ് സർപ്രൈസ് നൽകാൻ ക്യാമറയ്ക്ക് മുന്നിൽ രഞ്ജുവിനെ പേർലി കൊണ്ടുവരുന്നത്. പല കള്ളത്തരങ്ങളും പറഞ്ഞാണ് രഞ്ജുവിൻ്റെ കഴുത്തിൽ പേർലി മാല ഇട്ട് കൊടുക്കുന്നത്. തനിക്കുള്ള സമ്മാനമാണെന്നറിഞ്ഞപ്പോൾ പേർലി സന്തോഷത്തോടെ ആശ്രയിച്ചുള്ളത് തന്നെ രഞ്ജുവിനെയും വീഡിയോയിൽ കാണിക്കുകയും തന്നെ ചെയ്യുന്നുണ്ട്. എൻ്റെ അനിയത്തിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു എന്നാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞപ്പോൾ പേർലിയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് രഞ്ജുവിനെ ഭയങ്കര ഇഷ്ടമാണ്. സുഹൃത്തുക്കളെ പോലെ തന്നെയാണ് എനിക്ക്, സഹോദരി പോലെ തന്നെയാണ് എനിക്ക്. ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിന്നിട്ടുള്ള ആളാണ്. എൻ്റെ മുഖം വാടിയെന്ന് കണ്ടാൽ അപ്പോൾ തന്നെ അത് മനസ്സിലായി ചായ ഇട്ട് തരും. എനിക്കും എൻ്റെ പിള്ളേർക്കും വേണ്ടത് എന്താണെന്ന് രഞ്ജുവിനെ നല്ലപോലെ അറിയാമെന്നും പേർലി പറയുന്നു. വീഡിയോ കണ്ടപ്പോൾ പേർലിയോടുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിച്ചു എന്നാണ് കമൻറ്റുകളും പറയുന്നത്. പേർലി കരഞ്ഞപ്പോൾ ശരിക്കും ഞങ്ങളും കരഞ്ഞുപോയി. ഇതാണ് വളർത്തു ഗുണം. അല്ലാതെ സ്നേഹമുള്ള അമ്മായിയമ്മയെ പോലും വഴിയെ പോകുന്നവരെ ഉപമിച്ച ടീംസിനെ പോലെയല്ല പേർലി എന്നാണ് ശ്രദ്ധിക്കപ്പെടുന്ന കമൻറ്റുകളും വരുന്നത്. ശ്രീനിയേട്ടൻ്റെ അമ്മയെയും അവരുടെ റിലേറ്റീവ്സിനെയും എന്തൊരു കരുതലോടെയും സ്നേഹത്തോടെയാണ് ചേച്ചി ട്രീറ്റ് ചെയ്യുന്നത്. ആരും അല്ലായിരുന്നിട്ട് കൂടി മറ്റുള്ളവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനുമുള്ള മനസ്സുണ്ടല്ലേ. ഇനിയും പേർലി ഉയരങ്ങളിൽ എത്തുമെന്നും എന്ത് സാധനമായാലും അത് കൊടുക്കാനുള്ള മനസ്സ് ആദ്യം വേണം. പേർലിക്ക് അതുണ്ട്. സ്വന്തം ഭർത്താവിൻ്റെ അമ്മയെപ്പോലും അമ്മ എന്ന് വിളിക്കാൻ സൂക്കേടുള്ള ഇൻഫ്ലുവൻസർമാരുടെ കാലത്ത് ബേബി സിറ്ററിനെ കൂടിപ്പോയി കാണുന്ന, കൂടപ്പിറപ്പായി കാണുന്ന പേർലി ഒരു മാലാഖിയാണ് എന്നും കമൻറ്റുകൾ വരുന്നു. ക്ലാസ് കൾച്ചർ എന്നൊക്കെ പറഞ്ഞത് ഒരിക്കലും യൂറോപ്യൻ ട്രിപ്പ് പോകുന്നതല്ല, നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ പരിഗണിക്കാൻ പഠിക്കണം എന്നാണ് വീഡിയോയ്ക്ക് ലഭിച്ച ഒട്ടുമിക്ക കമൻറ്റുകളും. ഇതിൽ ഒരുപാട് വിമർശനവുമായി ദിയയ്ക്കും ഒരുപാട് സപ്പോർട്ട് പേർലി മാണിക്കും ദിയെ സപ്പോർട്ട് ചെയ്തുമെല്ലാം ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. എന്നിരുന്നാലും അതെല്ലാം തന്നെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. എന്നാൽ അത് സോഷ്യൽ മീഡിയയിലേക്ക് പറയുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ചും ഉപയോഗിച്ചും വേണം സംസാരിക്കാൻ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് തന്നെയാണ് ഒട്ടുമിക്ക ആളുകളും ഒരേപോലെ അഭിപ്രായപ്പെടുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. വാർത്തകളെയും വിശേഷങ്ങളെയും എത്രയും പെട്ടെന്ന് അറിയാനും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലിൽ ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.